ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ആദ്യമൊക്കെ ദ്വാരപാലക ശില്പ പാളികൾ കാണാതെ പോയി എന്ന് പറഞ്ഞു. അതിന് പിന്നാലെ പീഠങ്ങളായിട്ടും കട്ടളപ്പടിയായിട്ടും അതിനുശേഷം പഞ്ചലോക വിഗ്രഹങ്ങളും മറ്റു പലതും അവിടെ നിന്ന് പോയി എന്നുള്ള വാർത്തകൾ വന്നിരുന്നു. പക്ഷെ അപ്പോഴേക്ക് തന്നെയും ഭക്തരുടെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് അയ്യപ്പൻ അവിടെ ഉണ്ടല്ലോ. കാരണം ഈ ഒരു ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടക്കത്തിലുള്ള ചർച്ചകളിൽ ഞാനും രോഹിതനോടിരുന്ന് സംസാരിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞിരുന്നു, ശബരിമലയിൽ അയ്യപ്പൻ അവിടെ ഉണ്ടെങ്കിൽ അത് തന്നെ വലിയ കാര്യമായിരുന്നു, അത് തന്നെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഇവിടെ അവർ മാറ്റിയിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണെന്ന്. പക്ഷേ ഇപ്പോൾ അതിനെ പോലും അർത്ഥവത്താക്കുന്ന രീതിയിലുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതായത് പ്രഭാമണ്ഡലം ഉൾപ്പെടെയുള്ളതും അതുപോലെ തന്നെ വ്യാളി രൂപത്തിന്റെ സ്വർണവും ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ അവിടെ നിന്ന് വീണ്ടും പോയി എന്നുള്ള വിവരങ്ങളാണ് SIT പുറത്തുവിടുന്നതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് ഇവിടെ കൊണ്ടൊന്നും അവസാനിക്കില്ലെന്നാണോ പറയുന്നത്? ഇനി ശബരിമലയില് ഭക്തർ അറിയാതെ അല്ലെങ്കിൽ ഭക്തർ അറിയാതെ പോയ ഒരുപാട് കാര്യങ്ങൾ കൂടി ഇനിയും പുറത്തേക്ക് വരാനുണ്ട് എന്നുള്ളതല്ലേ ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്? തീർച്ചയായും. കാരണം ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നു 500 കോടിയുടെ ഒരു ഇടപാട് നടത്തിയിട്ടുണ്ട് ശബരിമലയിൽ നിന്ന് മോഷ്ടിച്ച സാധനങ്ങളുമായി എന്ന് പറയുന്നുണ്ട്. പക്ഷേ അതിൽ എന്തൊക്കെയുണ്ട് എന്നുള്ള കാര്യം SIT അടക്കമുള്ള അന്വേഷണ സംഘത്തിനോ അതുപോലെ തന്നെ ഇതിൽ നിൽക്കുന്ന ബാക്കി ആർക്കും അറിയുന്ന കാര്യങ്ങളല്ല. അവിടെ നിന്ന് എന്തൊക്കെ പോയിന്ന് ഏറ്റവും ഒടുവിലുള്ള റിപ്പോർട്ടിലുള്ള കാര്യങ്ങളാണ് വളരെ ഞെട്ടിക്കുന്ന കാര്യങ്ങൾ. ശ്രീകോവിലിന്റെ കട്ടളയ്ക്ക് മുകളിൽ പതിപ്പിച്ചിട്ടുള്ള ശിവരൂപവും വ്യാളി രൂപവും അടങ്ങിയ പ്രഭാമണ്ഡലത്തിൽ കൈവച്ചിരിക്കുകയാണ് ഈ എന്താ പറയാ കൊള്ളസംഘം, കള്ളന്മാർ എന്ന് തന്നെ പറയണം, സ്വർണം കട്ടവന്മാർ എന്ന് തന്നെ പറയണം. കാരണം ഇപ്പോൾ ഹർഷ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ അയ്യപ്പനെങ്കിലും ബാക്കിയുണ്ടല്ലോ എന്ന് ചോദിച്ചെടുത്ത് നിന്ന് അയ്യപ്പനെയും തൊട്ടിരിക്കുന്നു. അവിടെ നിന്ന് തന്നെ സാധനങ്ങൾ പോയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ദശാവതാരങ്ങൾ ആലേഖനം ചെയ്ത 2 ചെമ്പ് പാളികൾ, രാശി ചിഹ്നങ്ങൾ ആലേഖനം ചെയ്ത 2 പാളികൾ, കട്ടിളയിലെ മുകൾ പടിയിലെ പാളി എന്നിവയിലും പൊതിഞ്ഞിരുന്ന സ്വർണവും കട്ടിരിക്കുകയാണ്. അതൊന്നും അവിടെ ഇല്ല. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ VSSCയിലെ മെറ്റലർജി ഡിപ്പാർട്ട്മെന്റിൽ കുറച്ച് സ്വർണം കൊടുത്തിട്ടുണ്ട്. അത് അവിടെ നിന്ന് പോയതാണോ അല്ലെങ്കിൽ അവിടെ പിന്നീട് ഘടിപ്പിച്ചതാണോ തുടങ്ങിയ കാര്യങ്ങളുടെ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. അതിന്റെ റിപ്പോർട്ട് വന്നാൽ തൊണ്ടിമുതൽ ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ ചിലർ നൽകിയ സ്വർണം അല്ലെങ്കിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന പലരും നൽകിയ സ്വർണമാണ്. ഇപ്പോൾ അത് തന്നെയാണോ എന്നുള്ള സംശയം. അതെ, അതുപോലെ ശബരിമലയിൽ നിന്ന് കുറച്ച് സാമ്പിളുകൾ എടുത്തിരുന്നു. അതിന്റെയൊക്കെ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ പൂർത്തിയായ ശേഷം മനസ്സിലാകും ഇതിന്റെ ഒരുവിധമുള്ള വ്യാപ്തി. എനിക്ക് തോന്നുന്നു എല്ലാ കാര്യങ്ങളും ഒന്നും അറിയാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവിടെ കൃത്യമായ രേഖകൾ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ 1998 തോന്നുന്നു വിജയ് മല്യ സ്വർണം കൊടുത്തതിന് ശേഷം എന്തൊക്കെ പോയി എന്തൊക്കെ വന്നു എന്നതിനെ പറ്റി കൃത്യമായ രേഖകൾ സൂക്ഷിക്കാൻ ദേവസ്വം ബോർഡിനെ പാളിച്ച പറ്റി. അത് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്ന കാര്യം. ഇപ്പോൾ ഈ പറയുന്നത് പോലെ വ്യാളി രൂപം പോയിരിക്കുന്നു, ശിവന്റെ രൂപത്തിൽ കൈവച്ചിരിക്കുന്നു. അപ്പോൾ ഇനി കണ്ണെത്തും ദൂരത്ത് കിട്ടിയ എല്ലാ സ്വർണത്തിലും കൈവച്ചിരിക്കുന്ന ഒരു സാഹചര്യം, അവിടെയുള്ള എല്ലാ ചെമ്പും ഇനി പണ്ട് സ്വർണമായിരുന്നോ എന്നുള്ള കാര്യം അറിയില്ല. എവിടെയൊക്കെ ഏതൊക്കെ രജിസ്റ്ററുകളിൽ മാറ്റം വരുത്തിയെന്നറിയില്ല. എവിടെയൊക്കെ ആരൊക്കെ ഇപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇടതുപക്ഷം ആരോപിക്കുന്നത് പോലെ 2016 മുൻപും ഇപ്പോൾ ഇടതുപക്ഷ സർക്കാരിന് മുൻപ് ഇത്തരത്തിലുള്ള കൊള്ള നടന്നിട്ടുണ്ടോ എന്നതടക്കമുള്ളത് അന്വേഷിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഇടതുപക്ഷമെന്നല്ല കോൺഗ്രസ് എന്നല്ല ഏത് സർക്കാരാണെങ്കിലും ഇതിന് കൂട്ട് നിന്നിട്ടുണ്ടെങ്കിൽ പ്രതിക്കൂട്ടിൽ കയറി നിൽക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ ഈ 1998 വിജയ് മല്യ സ്വർണം കൊടുത്തത് മുതൽ ഉണ്ടായിരുന്ന എല്ലാ ദേവസ്വം ബോർഡുകളും ആ സമയം മുതലുള്ള എല്ലാ ദേവസ്വം മന്ത്രിമാരും ഇതിന് ഉത്തരം പറയേണ്ടിയിരിക്കുന്നു. കൃത്യമായ കണക്കുകൾ സൂക്ഷിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് വീഴ്ച തന്നെയാണ്. ഇപ്പോൾ 2016 മുൻപുണ്ടായിരുന്ന കോൺഗ്രസ് സർക്കാരിന് ആ സമയമുണ്ടായിരുന്ന ദേവസ്വം മന്ത്രിക്ക് കണക്കുകൾ സൂക്ഷിക്കാനുള്ള വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹവും ഇതിന് ഉത്തരം പറയേണ്ടതുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ എനിക്കൊന്ന് 27-28 വർഷത്തോളം അവിടെ എന്തൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് എന്ന് ഒരു വ്യാപ്തിയില്ലാത്ത കൊള്ളയാണ് നടന്നിട്ടുള്ളത്. അതെ, ഇപ്പോ SIT പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തുടക്കത്തിൽ പറഞ്ഞിരുന്നത് ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ 2019 ജൂലൈ 19 ശില്പങ്ങളിലെ പില്ലർ പ്ലേറ്റുകളിലെ പാളികൾ 2019 ജൂലൈ 20 ഇളക്കിയെടുത്തത് എന്നുള്ളതാണ്. പിന്നീട് അത് ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ച് വേർതിരിച്ച് 989 ഗ്രാം സ്വർണം എന്നാണ് അവരുടെ പക്കലുണ്ടായിരുന്ന രേഖകളിൽ നിന്നും SIT ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രാഥമികമായി നമുക്ക് ലഭിച്ച വിവരവും അത് തന്നെയായിരുന്നു. അതിനപ്പുറത്തേക്ക് 96.021 ഗ്രാം സ്മാർട്ട് ക്രിയേഷൻസ് അത് കൂലിയായെടുത്തു. അത്രയും സ്വർണം അവർ അവരുടേതായ കൂലിയായിട്ട് എടുത്തു. ബാക്കി 394 ഗ്രാം സ്വർണം വീണ്ടും പാളികളിൽ പൂശി തിരികെ വെക്കുകയും ബാക്കി 474.957 ഗ്രാം പോറ്റിയുടെ ഇടനിലക്കാരൻ കൽപേഷ് വഴി റോധം ജ്വല്ലറി ഉടമ ഗോവർദ്ധനൻ എത്തിച്ചു. ഈ സ്വർണത്തിൽ നിന്നാണ് ഇത്തരത്തിൽ 400 ഗ്രാമിന് മുകളിലുള്ള സ്വർണം, ഇതാണ് തൊണ്ടി മുതൽ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം SIT ഏൽപ്പിച്ചിരിക്കുന്നത്. 2019 നൽകിയ സ്വർണമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ പറയുന്ന 5-6 വർഷങ്ങൾക്ക് ശേഷം ഇത് തന്നെ തിരിച്ചേൽപ്പിക്കുമ്പോൾ അവിടെയും
SIT ഇപ്പോൾ സംശയത്തിന്റെ നിഴലിൽ നിർത്തിയിരിക്കുകയാണ് ഗോവർദ്ധനെ എന്നാണ് മനസ്സിലാക്കാൻ നിങ്ങൾ സാധിക്കുന്നത്. സ്വർണം കടത്തി, ആ സ്വർണം എവിടെ? കടത്തിയ സ്വർണം എവിടെയെങ്കിലും എത്തണ്ടേ? അല്ലെങ്കിൽ അതൊരു മറ്റൊരു രൂപത്തിൽ എത്തുകയോ മറ്റൊരാളുടെ കയ്യിലേക്ക് എത്തുകയോ ചെയ്തിട്ടുണ്ടാകണമല്ലോ. അവിടെ എത്താൻ പോലും SIT സംഘത്തിന് ഇപ്പോൾ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇത് എങ്ങോട്ട് കടത്തി? അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല ഉന്നയിച്ച ഒരു വ്യാപാര പ്രമുഖൻ, വ്യവസായ പ്രമുഖൻ നടത്തിയ ഇടപാട്, ഒരു ഉന്നതനും മറ്റേ ദാവൂദ് മണി, ഡി മണിയും അതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ പൊറ്റിയുമായിട്ട് തിരുവനന്തപുരത്ത് വെച്ച് നടത്തിയ ഇടപാട്, 500 കോടിയുടെ ഇടപാട്, അതെങ്ങനെ, എന്താണ് അവിടെ കടത്തിയത്? അതുപോലെ ഇതിനു മുൻപ് പഞ്ചലോഹ വിഗ്രഹങ്ങൾ കടത്തിയെന്ന് അറിഞ്ഞു. പഞ്ചലോഹ വിഗ്രഹങ്ങൾ എവിടെ? എന്തെങ്കിലും മറ്റ് സാധനങ്ങൾ കടത്തിയിട്ടുണ്ടോ? അതൊന്നും അറിയില്ല. എന്തുതന്നെയായാലും കഴിഞ്ഞ ദിവസമാണ് കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയത്. മുൻ ദേവസ്വം മന്ത്രിയായിരുന്ന അദ്ദേഹത്തെ ചോദ്യം ചെയ്തിട്ടുണ്ട്. അതിനകത്തുള്ള സുപ്രധാന കാര്യം എന്ന് പറയുന്നത് 2016 മുതൽ 2021 വരെ അദ്ദേഹം നടത്തിയിട്ടുള്ളത് 13 വിദേശ യാത്രകളാണ്. ഇപ്പോൾ അതിൽ 5 സ്വകാര്യ കാര്യങ്ങൾക്ക് വേണ്ടി, പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് പറയുന്നു. അപ്പോൾ ഈ 13 വിദേശ യാത്രകളും ഓഡിറ്റ് ചെയ്യപ്പെടുകയാണ്. അദ്ദേഹം എന്ന് പോയി, എവിടെ പോയി, എന്തിനു പോയി, ആരെയൊക്കെ കണ്ടു എന്നുള്ള കാര്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനപ്പുറം അദ്ദേഹം ഈ ഒരു കാലയളവിൽ ചെന്നൈയിലും മറ്റും സഞ്ചരിച്ചതായുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു. അതെ, ബാംഗ്ലൂരിൽ യാത്ര ചെയ്ത ഒരു സ്വകാര്യ ആവശ്യത്തിനല്ല, എനിക്കൊന്നു മലയാളി സമാജത്തിന്റെ ഒരു പാർട്ടിക്കായിട്ട് ബാംഗ്ലൂരുവിൽ സന്ദർശിച്ചിരുന്നു. അവിടെ വെച്ചൊരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ വെച്ച് ഉണ്ണികൃഷ്ണൻ പൊറ്റിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ അവിടെ വെച്ച് സന്ദർശിച്ചിരുന്നു. അപ്പോൾ ആദ്യം പറഞ്ഞത് എനിക്ക് അയാളെ അറിയില്ല എന്നായിരുന്നു. ഒരു ഹോട്ടലിൽ വെച്ച് ഒരു സ്വകാര്യ കൂടിക്കാഴ്ച നടത്താനും വേണ്ടിയുള്ള ബന്ധം അദ്ദേഹത്തിന് അന്നേ ഉണ്ടായിരുന്നു. ചിലപ്പോൾ മറന്നുപോയതാകാം. എന്തായാലും ഏറ്റവും അവസാനം ഒരു ഭക്തൻ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു സ്പോൺസർ എന്ന നിലയിൽ അറിയാമെന്നും അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട്. ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ എന്തായാലും പേടിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇനി ഒരു ചോദ്യം ചെയ്യലുണ്ടാകുമോ, ഇനി ഒരു അറസ്റ്റ് ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ മാത്രമേ ഇനി നമുക്കൊരു തീർച്ചയുണ്ടാകാൻ. അതിനപ്പുറം ഈ പറയുന്ന സ്വർണം ആരൊക്കെ അറസ്റ്റ് ചെയ്യപ്പെടുന്നു? ഇപ്പോൾ ഒരുപാട് ആളുകൾ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിസ്ഥാനത്ത് വരികയും അറസ്റ്റിലാവുകയും ചോദ്യം ചെയ്യപ്പെട്ട് പുറത്ത് ഇറങ്ങി നിൽക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. ഇനിയിപ്പോൾ ഈ പറയുന്ന സ്വർണം എവിടെ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ഈ പറയുന്ന 400 ഗ്രാം കൊടുത്തു എന്ന് പറയുമ്പോൾ അത് SIT പരിശോധിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഇത് യഥാർത്ഥത്തിൽ ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ സ്വർണം തന്നെയാണോ, അതോ മറ്റേതെങ്കിലും സ്വർണം കാണിച്ച് പറ്റിക്കുകയാണോ? അങ്ങനെയാണെങ്കിൽ സ്വർണത്തിന്റെ മൂല്യത്തെക്കാൾ കൂടുതൽ ഭക്തരുടെ മനസ്സിൽ മൂല്യമുള്ള ആ ഒരു സ്വർണ്ണപ്പാളികൾ, അല്ലെങ്കിൽ ഈ പറയുന്ന 450ഓളം ഗ്രാം സ്വർണം എവിടെ എന്നുള്ളതും കൂടി ഇനിയിപ്പോൾ SIT കണ്ടെത്തിയിട്ടിരിക്കുന്നു എന്നുള്ളതാണ്.